Hello all, welcome to the Growth and Development MCQ discussion class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എക്കണോമിക്സിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിലെ UGC നെറ്റ് എക്സാംസിനും അതുപോലെ തന്നെ സെറ്റ് എക്സാംസിനും ഒക്കെ ചോദിച്ചിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. So the first question is the value of Gini index represent. So the value of Gini index is represent എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മാക്സിമം ഇൻഇക്വാളിറ്റി. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, അതായത് നമുക്കറിയാം ഗിനി കോയിഫിഷ്യന്റ് അല്ലെങ്കിൽ ഗിനി ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0യുടെയും 1നും ഇടയിലാണ്. ഓക്കെ, 0 എന്ന് പറയുന്നത് എന്താണ് ഇൻഇക്വാളിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ, അതായത് പെർഫെക്റ്റ് ഈക്വാലിറ്റി ആണ് 0 എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇക്വാലിറ്റി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണ് 0 എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ഈക്വാലിറ്റി ആണ്. പക്ഷെ 1 എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഇൻഇക്വാലിറ്റി ആണ്. അപ്പൊ നമുക്കിതൊരു മാറിപ്പോകാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പൊ ലോ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ലീസ്റ്റ് ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ 0 ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്, നമ്മളുടെ 0 ആണ്. പക്ഷെ മാക്സിമം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ മാറിപ്പോകരുത്. ഗിനി കോഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ്, കോഫിഷ്യന്റ് ആണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാല് എന്താണ്, പെർഫെക്റ്റ് ഈക്വാലിറ്റിയും 1 എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റിയുമാണ് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോറൻസ് കർവ് റെപ്രസെന്റ്സ്. എന്താണ് ലോറൻസ് കർവ്സ്? അതായത് ഇൻകം കോൺസെൻട്രേഷൻ അല്ലേ, റിലേറ്റീവ് ടു ദി 45° ലൈൻ. അപ്പോ ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു ഇൻകം കോൺസെൻട്രേഷൻ ഒരു പെർഫെക്റ്റ് ഒരു 45° ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആ 45° ലൈനിലെ ഇൻകം കോൺസെൻട്രേഷൻ, അതിൽ നിന്ന് നമ്മളൊരു ഇത് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മീൻസ് ആ 45° എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഈക്വാലിറ്റി ലൈൻ ആണ്. സോ അതിൽ നിന്നും നമ്മൾ പോകുന്തോറും എന്താണ്, ഇൻഇക്വാലിറ്റി കൂടി വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ലോറൻസ് കർവ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻകം കോൺസെൻട്രേഷൻ റിലേറ്റീവ് ടു 45° ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡാഷ് ഈസ് ദ റേഷ്യോ ഓഫ് നോൺ വർക്കിംഗ് പോപ്പുലേഷൻ ടു ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. നോൺ വർക്കിംഗ് പോപ്പുലേഷൻ അണ്ടർ 15 years ഓൾഡ് ആൻഡ് ഓവർ ദ 64 years. ഇത് നമ്മൾ പറയുന്ന പേരാണ് എന്താ, ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 15 yearsന് താഴെയുള്ളവരും 64 yearsന് മുകളിലുള്ളവരും എന്താണ്, ഡിപ്പെൻഡൻസിയാണ്. അതൊരു ഡിപ്പെൻഡ് ചെയ്യുന്ന പോപ്പുലേഷൻ ആണ് അല്ലെ. അവര് വർക്കിംഗ് പോപ്പുലേഷൻ അല്ല, നോൺ വർക്കിംഗ് പോപ്പുലേഷൻ ആണ്. സോ ആ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേഷനറി പോപ്പുലേഷൻ വെൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് 0 ആവുമ്പോഴാണ് എന്തെത്തുന്നത്, നമ്മൾ സ്റ്റേഷനറി പോപ്പുലേഷൻ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു W റോസ്റ്റോ ദ സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആർ. അപ്പോ റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഏത് സ്റ്റേജിലാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്കറിയാം റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ്. ഓക്കെ, 5 സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണ് റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അതില് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ട്രഡീഷണൽ സൊസൈറ്റി. ട്രഡീഷണൽ സൊസൈറ്റിയാണ് ഇനീഷ്യൽ സ്റ്റേജ്. ദെൻ എന്താണ്, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്. അതിനുശേഷം തേർഡ് സ്റ്റേജ് ടേക്ക് ഓഫ്, ഫോർത്ത് സ്റ്റേജ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ഫൈനൽ ആൻഡ് ദ ഫിഫ്ത്ത് സ്റ്റേജ് എന്താണ്, ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഇപ്പൊ ട്രഡീഷണൽ സൊസൈറ്റി നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എന്താണ്, അത് അഗ്രോ ബേസ്ഡ് ആണ്, ഇന്റൻസീവ് ആണ്, ദെൻ ബാർട്ടർ സിസ്റ്റം ആണ്, ഇൻവെസ്റ്റ്മെന്റ് 5% താഴെയാണുള്ളത്. ദെൻ പ്രീ കണ്ടീഷൻസ് ഓഫ് ടേക്ക് ഓഫിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ഒരു ട്രാൻസിഷൻ പീരിയഡ് ആണത്.
അവിടെ ഏർലി മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും ഒരു 5 to 10% ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നുള്ളൂ. ദെൻ ദ ടേക്ക് ഓഫ് സ്റ്റേജ്, ദ തേർഡ് സ്റ്റേജ് വരുമ്പോൾ എന്താണ്, ഒരു ഡൈനാമിക് ഗ്രോത്ത് ഇക്കോണമി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റേജ് ആണ് അവിടെ. ഇൻവെസ്റ്റ്മെന്റ് ഒരു 10% എബോവ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഷോർട്ട് പീരിയഡ് ഗ്രോത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത്. ഈ ഡ്രൈവ് ടു മെച്യൂരിറ്റി, അതായത് സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഏത് സ്റ്റേജിലാണ് ഇത് ഇപ്പോഴും ചോദിക്കാറുണ്ട്. സോ അതേത് സ്റ്റേജിലാണ്? ഫോർത്ത് സ്റ്റേജ് ആയിട്ടുള്ള ഡ്രൈവ് ടു മെച്യൂരിറ്റിയിലാണ്. അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ എവിടെയാണ്? ദ ടേക്ക് ഓഫിലാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരുന്നത്, ഇൻഡസ്ട്രിയലൈസേഷൻ ടേക്ക് ഓഫ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലാണ്. ദെൻ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ, അവിടെ എന്താണ്, ആളുകൾ അവിടെ മാസ് പ്രൊഡക്ഷനും കൺസംഷനും ഒക്കെ നടക്കും. ആളുകളുടെ റിയൽ ഇൻകം ഒക്കെ കൂടും. ആളുകൾ കുറച്ചും കൂടെ എന്താണ്, അവരുടെ സ്റ്റാൻഡേർഡ് ലിവിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. ലക്ഷറീസ് ആവാനായിട്ട് തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. അപ്പം ഈ 5 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് റോസ്റ്റോടെ നിങ്ങൾ എന്തായാലും നോക്കണം. അത് നോക്കാതെ എക്സാംസിന് പോരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു പുട്ട് ഫോർവേഡ് ദ തിയറി ഓഫ് സോഷ്യൽ ഡ്യുവലിസം? സോഷ്യൽ ഡ്യുവലിസം ആരുടെയാണ്? JH ബോക്കിന്റെയാണ് സോഷ്യൽ ഡ്യുവലിസം എന്ന് പറയുന്നത്. മിർദാലിന്റെ ഏതാണ്? ജിയോഗ്രഫിക്കൽ ഡ്യുവലിസത്തിന്റെ പ്രൊപ്പോണന്റ് ആണ് ഗുണാർ മിർദാൽ. ഓക്കെ, ജോഗ്രഫിക്കൽ ഡ്യുവലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിർദാലും, ബോക്കിന്റെ എന്താണ്, സോഷ്യൽ ഡ്യുവലിസം ആണ്. അപ്പം എപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിന് ഇപ്പൊ സോഷ്യൽ ഡ്യുവലിസം, ടെക്നോളജിക്കൽ ഡ്യുവലിസം, ഫിനാൻഷ്യൽ ഡ്യുവലിസം, ജോഗ്രഫിക്കൽ ഡ്യുവലിസം എന്ന് തന്നിട്ട് അതിന്റെ അത് കൊണ്ടുവന്നത് ആരാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ സോഷ്യൽ ഡ്യുവലിസം ആരുടെയാണ്? ബോക്കിന്റെയാണ്. മിർദാൽ ജിയോഗ്രഫിക്കൽ ഡ്യുവലിസത്തിന്റെ പ്രൊപ്പോണന്റ് ആണ്. നെക്സ്റ്റ്, ബിഗ് പുഷ് സ്ട്രാറ്റജി ഓഫ് ഡെവലപ്മെന്റ് വാസ് ഫസ്റ്റ് അഡ്വക്കേറ്റഡ് ബൈ. ബിഗ് പുഷ് സ്ട്രാറ്റജി ആരുടെയാണ്? ബിഗ് പുഷ് സ്ട്രാറ്റജി ബൈ ദി പോൾ എൻ റോസൻസ്റ്റീൻ റോഡാൻ ആണ്. ഓക്കെ, ബിഗ് പുഷ് സ്ട്രാറ്റജി റോസൻസ്റ്റീൻ റൊണാൻഡെയാണ്. As an aid to development planning, much use is being made today of the input-output analysis. Who first used it? Input-output analysis ആരാണ് ഫസ്റ്റ് യൂസ് ചെയ്തത്? That is Wassily Leonti for W.W. Leonti Fund. Okay. Next question. The development with unlimited supply of labor hypothesis was formulated by W.A. Lewis. ഓക്കെ, അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് ഓർത്തു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ആലോചിക്കണം എന്താണ് അത്? ലേവിസ് തിയറിയാണ്. ഓക്കെ, ലേവിസിന്റെ മോഡലിലാണ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബറിനെ പറ്റി പറയുന്നത്. സോ 1954 ലേവിസ് ഈ ദ തിയറി ഓഫ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഹൈപ്പോത്തസിസ് കൊണ്ടുവന്നത്. ഓക്കെ, അതെന്താണ്? ലെവിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഒരു ഡ്യുവൽ എക്കോണമി ഉണ്ട്. എന്തൊക്കെയാണ്? അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് സെക്ടർ ഉണ്ടാവും, സബ്സിസ്റ്റൻസ് സെക്ടർ ഉണ്ടായിരിക്കും. അപ്പോ ഈ മൊബിലൈസേഷൻ ലേബറിനെ സബ്സിസ്റ്റൻസ് സെക്ടറിലേക്കും ക്യാപിറ്റലിസ്റ്റ് സെക്ടറിലേക്കുള്ള ഒരു മൊബിലൈസേഷനെ പറ്റിയിട്ടാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, അവിടെ തന്നെ വേറൊരു എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യം, ക്യാപിറ്റലിസ്റ്റ് സർപ്ലസ് ആരുടെയാണെന്ന് ചോദിക്കാം. ക്യാപിറ്റലിസ്റ്റ് സർപ്ലസ് എന്ന് പറയുന്നത് ലേവിസിന്റെ ആണ്. അത് എന്താണ്? മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് വേജും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് ലേവിസ് ക്യാപിറ്റലിസ്റ്റ് സർപ്ലസ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പം ലേവിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് സർപ്ലസ് എവിടെ എന്ത് ചെയ്യണം? സബ്സിസ്റ്റൻസ് സെക്ടറിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഇത് ആ സർപ്ലസ് ലേബർ എക്സോസ്റ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ലെവിസ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ലെവിസ് തിയറിയുടെ പേരെന്താണ്? അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ആവാത്തത് എന്നാണ്. ബിഗ് ബുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോൾ ആൻഡ് റോസൻസ്റ്റീൻ റോഡാൻ ആണ്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി എന്ന് പറയുന്നത് നോക്സിന്റെ ആണ്. ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ആണ് ലേവിസിന്റെ ആണ്. അപ്പം ഇവിടെ സി
എന്താണ്? ഹിഷ്മാന്റെ ആണ് അല്ലെ? ഹിഷ്മാൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് തെറ്റാണ്. സി ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ മാച്ച് ചെയ്യാത്തത്. കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഇസ് ബൈ ലേവിസ്, നോട്ട് ഹിഷ്മാൻ. ഓക്കെ, then next, which of the following kinds of dualism H Mint is particularly associated? So financial dualism ആണ് മിന്റിന്റെ. ഓക്കെ, നേരത്തെ നമ്മൾ ബോക്ക് പറഞ്ഞിരുന്നു സോഷ്യൽ ഡ്യുവലിസം. നമുക്ക് ഫിനാൻഷ്യൽ ഡ്യുവലിസം കിട്ടിയില്ലേ മിന്റിന്റെ. സോ ജിയോഗ്രഫിക്കൽ ഡ്യുവലിസം ആരുടെയാണ്? മിർദാലിന്റെ. ടെക്നോളജിക്കൽ ഡ്യുവലിസം ആരുടെയാണ്? ഹിഗിൻസിന്റെ. ഓക്കെ, HIGGINS, ഹിഗിൻസിന്റെ technological dualism, geographical dualism Mirdal, then the financial dualism by Mint, social dualism by Bock. Identify the model concerned with the golden age equilibrium. ആരാണ് golden age equilibrium? ജോൺ റോബിൻസൺ മോഡലിലാണ് golden age equilibrium ഉള്ളത്. Next, Planning Commission of India was set up in 1950. It is a constitutional body, it is a advisory body, it is a government department. ഇപ്പോൾ 1950 1950 ഇത് സെറ്റപ്പ് ചെയ്തത്. ദെൻ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണോ? അല്ല, അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, അപ്പൊ 1 and 3 ആണ് കറക്റ്റ് ഓപ്ഷൻ. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1950 and it is an advisory body. Globalization of Indian economy means എന്താണ്? Having minimum possible restrictions on economic relations with other countries. ഒരു ഗ്ലോബലൈസേഷൻ ഒരു ഓപ്പണിംഗ് അപ്പ് ആണ്. നമ്മുടെ എക്കോണമീനെ മറ്റുള്ള എക്കോണമിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ? ആഗോളവൽക്കരണം എന്ന് പറയും. അവിടെ എന്താണ് റെസ്ട്രിക്ഷൻസ്? നമ്മൾ പറയുന്ന ട്രേഡ് റെസ്ട്രിക്ഷൻസ് ലൈക്ക് ടാരിഫ്, ക്വാട്ടാസ്, പലതരത്തിലുള്ള ഡ്യൂട്ടീസ്, ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീ ആണ്. സോ മിനിമം പോസിബിൾ റെസ്ട്രിക്ഷൻസ് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നുള്ളൂ. സോ അതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ, ഒരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അല്ലെ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഈ ഗ്ലോബലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഡിറൈവ്സ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഫ്രം. പറയാം, പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളാണ് എന്തിന്റെ ഒരു പ്ലാനിങ്ങിന്റെ പ്ലാനിങ് ഡിറൈവ് ചെയ്തത് DPSP എന്നാണ്. നമുക്കറിയാം DPSP എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 അല്ലെ? 4 തോന്നുന്നു. യെസ്, പാർട്ട് 4 അപ്പം DPSP-ലാണ് ബേസിക്കലി എന്താണ് പ്ലാനിങ്, സോഷ്യൽ ജസ്റ്റിസ് തുടങ്ങിയിട്ടുള്ള എക്കണോമിക് ജസ്റ്റിസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. An economic development proceeds, income inequality tend to be. അപ്പോ ഏത് കർവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻകം ഇൻഇക്വാളിറ്റി, അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇൻകം ഇൻഇക്വാളിറ്റി ടെൻ ടു ഫോളോ ആൻഡ് ഡാഷ് കർവ് ഏതാണ്? ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ് ആണ്. ഇങ്ങനെയാണ്, ഇൻവേർട്ടഡ് യു ആണ്. ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ് ആണ്. ആരുടെയാണത്? സൈമൺ കുസ്നറ്റിന്റെ ആണ്. കുസ്നറ്റിന്റെ ആണ് ഇൻവേർട്ടഡ് യു ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെന്റ് ഇനീഷ്യൽ സ്റ്റേജിൽ എക്കണോമിക് ഡെവലപ്മെന്റ് കൂടുന്നതിനനുസരിച്ച് എന്താണ് അവിടെ ഇൻഇക്വാളിറ്റി കുറയുന്നു എന്നുള്ള ഒരു ഇതാണ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസിൽ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി റിലേറ്റഡ് ടു ആരുടെയാണ്? കാൾ മാക്സിന്റെ ആണ്. ഇൻഡസ്ട്രിയൽ റിസർവ് ആർമി റിലേറ്റഡ് ടു കാൾ മാക്സ്. കോൺസെപ്റ്റ് ഓഫ് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? ജഗദീഷ് ഭഗവതിയാണ്. ഇത് 2018 തോന്നുന്നു. 18 or 19 UGC നെറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് വാസ് ഡെവലപ്ഡ് ബൈ ജഗദീഷ് ഭഗവതി. ദ ഐഡിയ ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആരുടെയാണ്? ഷുംബീറ്ററിന്റെയാണ്. ഇതും UGC നെറ്റാണ്. 2023 ചോദിച്ചതാണ്. ദ ഐഡിയ ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ഈസ് അസോസിയേറ്റഡ് ബൈ Joseph Schumpeter. Intensive Agriculture District Program was launched in the year
ഏത് ഇയർ ആണ്? 2023 UGC നെറ്റ് ജൂൺ സെഷനിൽ നടന്ന UGC നെറ്റിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇന്റൻസീവ് അഗ്രികൾച്ചർ പ്രോഗ്രാം IADP ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 1961 IADP ലോഞ്ച് ചെയ്തത്. അടുത്തത്, ഗുണാർ മിർദാൽ ഈസ് ദ ഓതർ ഓഫ്. ഗുണാർ മിർദാലിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഗുണാർ മിർദാലിന്റെ അല്ല, അപ്പം ഇത് ഏതൊക്കെയാണ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ A ഏഷ്യൻ ഡ്രാമ, B അമേരിക്കൻ ഡെലിമ, C തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, then principles of political economy, then economic theory and underdeveloped region. ഇപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? യെസ്, D ആണ്. D ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി നമുക്ക് അറിയാം. ആരുടെയാണത്? ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെയാണ്, JS മില്ലിന്റെയാണ്. സോ ഏഷ്യൻ ഡ്രാമയും അമേരിക്കൻ ഡെലിമയും എക്കണോമിക് തിയറി ആൻഡ് അണ്ടർ ഡെവലപ്ഡ് റീജിയൻ എന്ന് പറയുന്നതുമാണ്. ADBE ആണ് ഗുണാർ മിർദാലിന്റെ. പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആരുടെയാണ്? JS മില്ലിന്റെ. അത് വേറൊരു ക്വസ്റ്റൻ ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറന്റ് ഗ്ലോബൽ മെഷർമെന്റ് ഓഫ് ദി എക്സ്ട്രീം പോവർട്ടി ലൈൻ? ഏതാണ്? $2.15 per day ആണ് എന്തെന്ന് പറയുന്നത് ഗ്ലോബൽ മെഷർമെന്റ്. എക്സ്ട്രീം പോവർട്ടി ലൈനിന്റെ ഗ്ലോബൽ മെഷർമെന്റ്. ഇതിന് താഴെയുള്ള ആളുകളെ നമ്മൾ എന്താണ് ബിലോ പുവർ അല്ല, നമ്മൾ പുവർ ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്യുലർ ഡിറ്റീരിയോറേഷൻ ഓഫ് ടേംസ് ഓഫ് ട്രേഡ് ഫോർ ഡെവലപ്ഡ് കൺട്രീസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ JS Mill, B HW Singer, C Adam Smith, D Rolf Prebisch, E Jagadish Bhagwati. സോ സിംഗർ അതുപോലെ തന്നെ പ്രബിഷ് അവരുടെയാണ് ക്യുമുലേറ്റീവ് കോസേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ദെൻ ജഗദീഷ് ഭഗവതിയും എന്താണ്? യെസ്, സെക്യുലർ ഡിറ്റീരിയോറേഷൻ ഓഫ് ടേംസ് ഓഫ് ട്രേഡിനെ പറ്റിയാണ് പറയുന്നത്. സോ B, D ആൻഡ് E ആണ് കറക്റ്റ് ഓപ്ഷൻ. സിംഗർ, റോൾഫ് പ്രബിഷ്, then the Jagadish Bhagwati are the propounders of the and they were explained the secular deterioration of terms of trade for the low developed countries. Okay, in which year agricultural census was carried out? ഏത് ഇയർ ആണ് agricultural census carry out ചെയ്തത്? 1970-71. IADP 1960-61 ആണ്. സോ ഫസ്റ്റ് അഗ്രികൾച്ചറൽ സെൻസസ് 1970-71. 1881 ആദ്യത്തെ സെൻസസ്, പോപ്പുലേഷൻ സെൻസസ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ സെൻസസ് 1970-71 ആണ്. താങ്ക് യു. അപ്പോ ഇത്രയാണ് നമ്മുടെ MCQs. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 25 MCQs വർക്ക്ഔട്ട് ചെയ്തു. ഇത് പ്രീവിയസ് ഇയറിലെ UGC നെറ്റ് എക്സാംസിനും സെറ്റ് എക്സാംസിനും അതുപോലെ തന്നെ വാരിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടാണ് ഞാനൊരു ഈ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം ഇതിൽ നിന്ന് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത് മാറ്റിയും മറിച്ചും ഒക്കെ തന്നെയാണ് നമുക്ക് വരിക. അപ്പോൾ ഇതിലൂടെയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കോൺസെപ്റ്റുകളും ഭയങ്കര ക്ലിയർ ആയിട്ട് അത് ഫോക്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.